ഖാദി ഇയാദിന്റെ ഖൗലിൽ അതില്ല, ഇബ്നു സീരീൻ തങ്ങളുടെ വാക്കിലില്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവയുടെ വാക്കിലില്ല, ഒരാളെ വാക്കിലുമില്ല. പിന്നെ എവിടെ ഉണ്ട്? ഖറാഫി ഇമാമിന്റെ വാക്ക്. ഖറാഫി ഇമാമിന്റെ ഒരൊറ്റ വാക്കേ അതിനെതിരായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഖറാഫി ഇമാം എന്താ പറഞ്ഞത്? അതും കൂടി ഞങ്ങൾ ഹല്ല് ചെയ്തിരുന്നു, ഒന്നുകൂടി പറഞ്ഞുതരാം. ഖറാഫി ഇമാം അവിടത്തെ കിതാബിൽ പറഞ്ഞത് മൂപ്പരുടെ അഭിപ്രായം അല്ലേ അല്ല. ഖറാഫി ഇമാമിന്റെ വാക്ക് കേട്ടോ. ഖാലൽ ഉലമാഉ, ചില പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇന്നമാ തസിഹു റുഅയത്തുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅഹദി റജുലൈനി. ഇത് ഖാദി ഇയാദിന്റെ വാദമല്ല, ഇത് ഖറാഫിയാണ്. ഇമാം ഖറാഫിയ വാദിച്ചത്, മൂപ്പരവാദമായിട്ടല്ല. മൂപ്പരവാദം മൂപ്പര് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഉലമാക്കൾ പറഞ്ഞു എന്നൊരു അഭിപ്രായം ഉദ്ധരിക്കുകയാണ് ഖറാഫി. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് അത് നിലനിൽക്കുന്ന അഭിപ്രായമല്ല. കാരണം ഖറാഫി ഇമാമിന്റെ കിതാബ് അതിലാവശ്യമായ തിരുത്തലുകൾ നടത്തി അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി ഖറാഫി ഇമാം തന്നെ ഏൽപ്പിച്ച ആളാണ് ഖറാഫി ഇമാമിന്റെ ശിഷ്യനായ ഇമാം ബഖൂരി. വേറെ ഏതെങ്കിലും കിതാബില് ഖറാഫി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞതല്ല. ഖറാഫി ഇമാമിന്റെ ശിഷ്യൻ തന്നെ ആര്? അല്ലാമ ബഖൂരി, അദ്ദേഹത്തിന്റെ നേരെ ശിഷ്യൻ എന്നല്ല. ഈ കിതാബ് നോക്കിയിട്ട് വേണം ഏത് കിതാബ് പിന്നെ ഖറാഫി ഇമാമിന്റെ കിതാബിനെ കുറിച്ച് പറയാൻ. എന്താ ഇമാം ബഖൂരി പറഞ്ഞത് കേട്ടോളൂ. ഖുൽതു, ഞാൻ പറയട്ടെ. ഇതെന്നാ കാലം? ഖറാഫി ഇമാമിന്റെ അതേ കാലത്ത് തന്നെ ശിഷ്യൻ അതേ കിതാബിൽ എഴുതുകയാണ്. അതിന്റെ നേരെ താഴെ എഴുതാണ് ലഖദ് ലയ്യഖത വാസിആ. നിങ്ങൾ ഈ പറഞ്ഞത് വല്ലാത്തൊരു വാക്കായി പോയിട്ടോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര വിശാലമായി പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ കുടുസാക്കിയില്ലേ? വമാ അലല്ലദീ ഖുൽതഹു ദലീൽ. നിങ്ങളെ ഈ പറഞ്ഞതിന് ഒരു തെളിവും ഇല്ല. എന്താ മൂപ്പര് പറഞ്ഞ്? ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നിഗമനത്തിൽ ഖറാഫി ഇമാം എഴുതിയതാ. അതാ ശിഷ്യം വന്നിട്ട് പറയുന്നത് അപ്പറഞ്ഞതിന് തെളിവില്ല, വലാ ബുർഹാനുൻ, അതിനൊരു രേഖയുമില്ല. എന്തല്ലാതെ ഇല്ലാ മുജറദു ദഅവൽ ഹഖി, സത്യമാണെന്ന് വാദിക്കലല്ലാതെ ഫീ ഖിലാഫിഹാ, സത്യത്തിന്റെ എതിരിൽ സത്യം, അതായത് സത്യമല്ലാത്ത ഒന്നിനെ സത്യമാണെന്ന് വാദിക്കലല്ലാതെ ഒന്നുമില്ല അതിൽ. അങ്ങനെ ഒരു ഉലമാ പറഞ്ഞിട്ടില്ല. അതാണ് തീർന്ന്. ഖറാഫി ഇമാമിന്റെ കിതാബിനെ തഹ്ദീബ് ചെയ്ത ആളാണ് ആര്? ഇമാം ബഖൂരി. അഥവാ അതിൽ ചേർക്കേണ്ടത് ചേർത്ത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി കൃത്യമാക്കി അതേ കിതാബിൽ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ജോലിയാണ് ആർക്കുള്ള ജോലി? ഇമാം ബഖൂരിക്കുള്ള ജോലി. കറക്റ്റ് ചെയ്ത് അങ്ങനെ ഒരു വാക്കില്ല. അതോടുകൂടി ഖറാഫി ഇമാമിന്റെ ഖൗല് എന്ന ഖൗലന്നെ അപ്രസക്തായി. അതിനെ ഒരു പരിഹസിക്കുന്നുണ്ട് ബഖൂരിയെ കുറിച്ച് നമ്മൾ പറഞ്ഞതിനെ. വെച്ചോളൂ. അതായത് ബഖൂരി ഇമാമെ വിമർശിച്ചത് കൊണ്ട് അക്കാലത്തുള്ളതും പിൽക്കാലത്തുള്ളതുമായ സകല അഹ്ലു സുന്നത്തിന്റെ ഇമാമുമാരും തള്ളി എന്ന് കിട്ടും. അങ്ങനെ ഉസൂൽ അല്ല, അങ്ങനത്തെ ഒരു ഉസൂല് നമ്മളാരും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, പുതിയ പുതിയ ഉസൂലുകൾ കണ്ടുപിടിക്കുന്ന ആളുകളുടെ ഉസൂലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പുത്തൻ ഉസൂൽ, അൽ ഉസൂലുൽ ജദീദ, അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും. ആധുനിക ഉസൂൽ. അപ്പൊ ഇനി സർകശി ഇമാമിനെ, സുർഖാനി ഇമാമിനെ, അതേപോലെ ഈ വീക്ഷണത്തിന് ഖറാഫി മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ഈ വീക്ഷണത്തിന് ഇത്രയും പണ്ഡിതന്മാർ, നമ്മൾ പറഞ്ഞ പോലെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഇമാമിങ്ങളുണ്ട്. ഈ ഇമാമികൾ ഇവിടെ ചോദ്യം എന്താണ് ഇവിടെ നമ്മുടെ ഡിസ്കഷനിൽ വന്ന ചോദ്യം സുർഖാനി ഇമാമിന്റെ വീക്ഷണമാണോ? അല്ല, അതല്ല ചോദ്യത്തല്ല. ഖറാഫി ഇമാമിൻ നിങ്ങളെന്നെ ഒരു ഏകാഭിപ്രായത്തിലായി. ഓലെന്നെ അവിടെ കുത്തർന്ന് ഇങ്ങനെ ഇടങ്ങാറാകുക. ഒരാൾ പറഞ്ഞല്ല മറ്റയാൾ അഭിപ്രായം. സത്യത്തിനെതിരിൽ വാദിച്ചാൽ തെളിവുണ്ടാക്കാൻ കഴിയില്ല. നിങ്ങളെ കുഴപ്പമില്ല, നിങ്ങൾ വാദിച്ച വാദം പേരോടിനെ ന്യായീകരിക്കാനായി പോയി. വഹാബി വാദം
അബ്ദുസ്സലാം സുല്ലമിയും സക്കരിയ സ്വലാഹിയും ഏറ്റെടുത്ത വാദത്തെ ന്യായീകരിക്കാൻ ആര് വന്നാലും പൊളിയും. എന്താ നിങ്ങൾ പറഞ്ഞ് ബക്കൂരി പറഞ്ഞത് കൊണ്ട് എല്ലാ ഇമാമിയങ്ങളും ആണ്ട് തള്ളി നടത്തണ്ടോ? ബക്കൂരി ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്താ ബക്കൂരി പറഞ്ഞത് എന്നും മനസ്സിലായില്ല. ബക്കൂരി ഇമാം പറഞ്ഞ് പിന്നെ ഖറാഫി പറഞ്ഞ വാക്കിന് ഒരു ഗണ്ണനുണ്ട് എന്നല്ല, ഒന്നുകൂടി വിശദീകരിക്കണം എന്നുമല്ല. പിന്നെ വമാ അലല്ലദീ ഖുൽതഹു ദലീൽ, പണ്ഡിതർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞതിന് ഒരു തെളിവുമില്ല. തെളിവില്ലാത്തതിനാണ് കള്ളത്തരം എന്ന് പറയാ. ഖറാഫി ഇമാം നിഗമനത്തിൽ എഴുതി വെച്ചതാ, മൂപ്പരങ്ങനെ ധരിച്ചിട്ടുണ്ടാവും. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. കഴിഞ്ഞില്ലേ? നേരെ ശിഷ്യൻ കിതാബ് പറയല്ലേ. ഇതിന് മുമ്പ് പറയാ, സത്യത്തിനെതിരിൽ സത്യമല്ലാത്ത ഒന്നിനെ സത്യമാണെന്ന് വാദിക്കലാണത് കള്ളത്തരാണ്. ഞാൻ പറഞ്ഞതല്ല കള്ളത്തരാണ്, മൂപ്പര് ശിഷ്യൻ തന്നെ എഴുതി വെച്ചതാ. ഉസ്താദാന്ന് കരുതിയിട്ട് ക്ലിയർ ആക്കേണ്ടത് ക്ലിയർ ആക്കണ്ടേ? അതുകൊണ്ടാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി എത്ര പേജാണ് സ്വപ്നം ചർച്ച ചെയ്തത്. ഖറാഫി ഇമാമിന്റെ വാക്ക് എവിടെങ്കിലും ഉണ്ടോ? നവവി ഇമാം ചർച്ച ചെയ്തില്ലേ? ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ചർച്ച ചെയ്തില്ലേ? സുയൂത്തി ഇമാം ചർച്ച ചെയ്തില്ലേ? ആരെങ്കിലും ഖറാഫിയുടെ വാക്ക് ഉദ്ധരിച്ചോ? എന്താ ഉദ്ധരിക്കാതിരുന്നത്? അവർക്കറിയാം അത് ബക്കൂരി ഇമാം തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഒരാൾ ഉദ്ധരിച്ചാലോ, ഉദ്ധരിക്കപ്പെട്ട വസ്തു തന്നെ പൊളിഞ്ഞതുകൊണ്ട് ഇനി അതിനോട് താബിയായി ഉദ്ധരിച്ചതൊക്കെയും പൊളിയും. ഖറാഫിയുടെ വാക്കിലൂടെ അല്ലാതെ ഈ ഒരു വാദം ലോകത്ത് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യവുമല്ല. നിങ്ങൾ ഏത് കിതാബിൽ ഈ വാദം കൊണ്ടുവന്നാലും അതിന്റെ മുന്നിലോ പിന്നിലോ ഉണ്ടാവും ദക്കറഹുൽ ഖറാഫി എന്നുണ്ടാവും. അല്ലാത്ത ഒരൊറ്റ കിതാബ് ഹാജരാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇനി നമ്മളെ കവാക്കിബ് സാഹിർ ഒന്ന് എടുക്കി. ഇതൊക്കെ നിങ്ങൾ എടുത്താൽ നിങ്ങളെ കഷ്ടക്കാലം എന്നല്ലാതെ എന്ത് പറയാനാ? അൽ കവാക്കിബു സാഹിറ ഫി ഇജ്തിമാഇൽ ഔലിയാഇ യഖ്ലതൻ ബി സയ്യിദി ദുനിയ വൽ ആഖിറ അബുൽ ഫളൽ അബ്ദുൽ ഖാദിർ ഇബ്നുൽ ഹുസൈൻ ഇബ്നു പിന്നെ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം. ഷാദുലി ത്വരീഖത്തിലെ വലിയ മഹാനാണ്. ഈ കിതാബാണ് ഇനി എടുക്കാൻ നോക്കിയത്. അതും കൂടി നമ്മൾ ശരിയാക്കി തരാം. ദാരിമി ഒന്ന് ഇടപെടട്ടെ എന്ന് ഞാൻ പറഞ്ഞുതരാം. അല്ല ഖുൽതു ഹാസിലു മാ ദക്കറഹുൽ ഖറാഫി ഹുവ ഐനു മാ ഖാലഹുൽ ഖാദി ഇയാദ് വ ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ. ഇത് ഖാദി ഇയാദ് പറഞ്ഞതും ഇബ്നു ഹജർ തങ്ങളും പറഞ്ഞതും തന്നെയാണ്. അപ്പൊ ഖറാഫി പറഞ്ഞത് തന്നെയാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. ഇവർ രണ്ടുപേരും പറഞ്ഞത് തന്നെയാണ് ഖറാഫി പറഞ്ഞത്. എന്താ ഖറാഫി മാ പറഞ്ഞത്? സ്വഹാബിയോ തത്തുല്യനായ ആളോ അല്ലാത്തവരാണ് കാണുന്നതെങ്കിൽ നബി കണ്ടതാവുന്ന എന്നതാണ് നിഗമനം. ഇനി പിശാച് വന്നതുമാവാം. അതന്നെയാണ് ഖാദി ഇയാദും ഷെയ്ഖുൽ ഇസ്ലാമും പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് തന്നെയാണ് ഖറാഫി പറഞ്ഞത്. എന്നിട്ടോ അതെങ്ങനെയെന്നുള്ളത് ഇവർക്ക് തിരിഞ്ഞിട്ടില്ല. അത് എങ്ങനെയാണെന്നുള്ളത് തിരിയണില്ല. എത്ര വായിച്ചു നോക്കിയിട്ട് തിരിയണില്ല. അത് തിരിയാത്ത എന്തുകൊണ്ടാണ്? ശരിക്കും വായിച്ചു നോക്ക്. അതായത് സ്വഹാബിയാവുക, തത്തുല്യനാവുക എന്ന് പറഞ്ഞത് കണ്ടത് നബി തന്നെയാണ് എന്നുള്ള ഖത്അൻ അല്ലെങ്കിൽ ജസ്മ് അല്ലെങ്കിൽ ശുവർ ഉറപ്പാവാം. അല്ലാത്തോല് കണ്ടാലോ അപ്പൊ ഉറപ്പാവും. പിന്നെ അവിടെ യാതൊരു തൈവീലിന്റെ ആവശ്യമില്ല, യാതൊരു വിശദീകരണ വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ല. അല്ലാത്തവര് കണ്ടതാവുമ്പോഴോ അവിടെ തൈവീലിന്റെ ആവശ്യം. തൈവീലാണെങ്കിലോ വ്യാഖ്യാനം എന്നുള്ളത് ഒരു ഇജ്തിഹാദ് പ്രകാരമുള്ള ഇൽമാണ്. വലിയ ഇജ്തിഹാദ് മദ്നൂനുൻ, ഇജ്തിഹാദ് നിഗമനമാണ്. ഫഅശ്ബഹൽ ഫിഖ്ഹ, അപ്പോൾ അത് കർമ്മശാസ്ത്രത്തോട് സാദൃശ്യമായി. വലിയന്നൽ ഫിഖ്ഹ വൽ ഇജ്തിഹാദ് അയ്ദൻ ലാ മജാല ലഹു ഫിൽ ഖത്ഇയാത്ത്. ഗണ്ഡിതമായ വിഷയത്തിൽ ഫിഖ്ഹ് ഇല്ലല്ലോ, അവിടെ ഇജ്തിഹാദിന്റെ ആവശ്യമില്ലല്ലോ. കമാ ഹുവ മുഖററുൻ ഫി ഉസൂലിൽ ഫിഖ്ഹി. അപ്പോ ബിഖിലാഫി ഗൈരിഹിമാ, സഹാബിയും തത്തുല്യമായ ആളും അല്ലാത്തൊരാൾ കാണുമ്പോൾ ഫലാ യഹ്സുലുൽ ജസ്മു ബിറുയതിഹി, അപ്പൊ നബിനെ കണ്ടു എന്ന് ഉറപ്പ് കിട്ടുന്നില്ല. നബിനെ അല്ല കണ്ടത് എന്നല്ല പറയുന്നത്, നബിനെ കണ്ടു എന്നുള്ള ഉറപ്പ് കിട്ടുന്നില്ല. നബിയെ കണ്ടു എന്നുള്ള നിഗമനമാണ് കിട്ടുന്നത്.
അല്ലാതിരിക്കാനും അല്ലാതിരിക്കാന്ന് പറഞ്ഞാൽ പിശാചാവാനും സാധ്യതയുണ്ട്. എവിടെ അല്ലാതിരിക്കാന്ന് പറഞ്ഞാലും പിശാചിലേക്ക് ഒരൊറ്റ ചാട്ട. അതൊരു കിതാബിൽ ഇബാറത്ത് പോലും ഉണ്ടാവില്ല. അത് പോക്കറ്റിൽ നിന്ന് നേരെ എടുത്താണ് വെക്കല. കാരണം നടത്തം തന്നെ ഓനേറ്റ ഏത് സ്ഥലത്തും വെച്ചു കൊടുക്കും. എന്താ ബഹുമാനപ്പെട്ട ഷാദുലി ത്വരീഖത്തിലെ അബുൽ ഫദ്ൽ തങ്ങൾ പറഞ്ഞത്? ഞാൻ വായിക്കാം. ഇതിൽ ആദ്യ പേജുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, ഒരു സംശയമില്ലാന്ന് നബി ഇമാമിന്റെ വാക്കും ഖാദി ഇയാദിന്റെ വാക്കും നേരത്തെ പറഞ്ഞ ഇബ്നു ഹജർ തങ്ങളെ വാക്കൊക്കെ ഇതിൽ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ അയാളെ കൊണ്ട് വായിപ്പിച്ച അതേ ഭാഗം വയുംകിനുൽ ജംഉ ബൈനഹു വബൈന മാ ഖാലഹുൽ മാസിരി അൻ തകൂന റുയാ വലൽ ഹാലൈനി ഹഖീഖ. അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും കണ്ടത് റസൂലിനെ തന്നെയാണ്. പക്ഷേ മറ്റു രൂപത്തിലാണ് കണ്ടതെങ്കിൽ അവിടെ വ്യാഖ്യാനം വേണം. ഇതാണ് ഖാദി ഇയാദ് പറഞ്ഞത്, ഇതാണ് നബവി ഇമാമിനെ അതുപോലെ തന്നെ ഇബ്നു സിരീൻ തങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഇതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണെന്ത്? ഖാലൽ ഖറാഫി, ഇമാം ഖറാഫി പറഞ്ഞിട്ടുണ്ട് ഫിൽ ഖവാഇദ്, അദ്ദേഹത്തിന്റെ ഖവാഇദ് എന്ന ഗ്രന്ഥത്തിൽ. സർക്കശി ഇമാം അതിനോട് താബിആയി ഫിൽ ഖാദിം, ഖാദിം എന്ന കിതാബിൽ. ഖാദിം എന്ന ആരെ കിതാബാ? സർക്കശി ഇമാമിന്റെ കിതാബാ. അതില് ഈ ഒരു വാദം കൊണ്ടുവരുന്നുണ്ട്. ആദ്യം ഖാലൽ ഉലമാ എന്ന് പറഞ്ഞിട്ട് അതേ സംഭവം ഇന്നമാ യസിഹു റുഅയത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അഹദി റജുലൈനി, സ്വഹാബിയാകണം അല്ലെങ്കിൽ പഠിച്ച ആളാകണം എന്നിങ്ങനെ ഇമാം സർക്കശി ഖാദിമിൽ കൊണ്ടുവന്ന് ആ ഉദ്ധരണി കണ്ട ഉടനെ ദക്കറ ദാലികൽ ഖറാഫി, അത് ഖറാഫി പറഞ്ഞതാണ് ട്ടോ ഫീ കിതാബിൽ ഖവാഇദ്, അൽ ഖവാഇദ് എന്ന മുബറ ഗ്രന്ഥത്തിൽ. അപ്പൊ സർക്കശി ഇമാം ആരിൽ നിന്ന് ഉദ്ധരിച്ചതാണ്? ഖറാഫി ഇമാമിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. തബിഅഹു എന്നതിനെ ഉദ്ധരിച്ചാലും പറയും അതാണ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ ഇബാറത്തിനെ കുറിച്ച് തബിഅഹു എന്ന് പറഞ്ഞതും. എന്നിട്ട് ബാക്കിയാണ് അവിടെയാണ് നമ്മളെ വിഷയമുള്ളത്. ഷാദുലി ത്വരീഖത്തിലെ ഈ മഹാൻ പറയാണ്, ഖറാഫി ഇമാം ഖവാഇദിൽ പറഞ്ഞു, സർക്കശി അതിനോട് താബിആയി. എന്താ പറഞ്ഞത്? ഉലമാ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെങ്കിൽ സ്വഹാബിയാകണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് മഹാൻ പറയാണ്, എന്താ പറഞ്ഞ? ഖുൽതു, ഞാൻ പറയട്ടെ. അബുൽ ഫദ്ൽ അബ്ദുൽ ഖാദിർ ഷാദുലി തങ്ങൾ പറയാണ്, ഞാൻ പറയട്ടെ. എന്താ ചെയ്യാൻ പോണ അറിയങ്ങള്? ഖറാഫിയുടെ വാക്കിനെ തന്റെ ശിഷ്യൻ തള്ളിക്കളഞ്ഞു. അപ്പൊ അത് തള്ളിക്കളയണം എന്ന രൂപത്തിലാണ് ബക്കൂരി ഇമാം കൈകാര്യം ചെയ്തത്. ഇനി ഖറാഫി ഇമാം പറയുകയും സർക്കശി ഇമാം അതിനോട് തുടരുകയും ചെയ്ത വാക്കിനെ ഷാദുലി ത്വരീഖത്തിലെ അബുൽ ഫദ്ൽ എന്ന ഈ മഹാൻ നല്ല രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ പോവാണ്. അതിനാണ് പറഞ്ഞു ഖുൽതു, ഞാൻ പറയട്ടെ. ഇവര് നേരെ എതിരാ. അതായത് ഖാദി ഇയാദ് തങ്ങളും അസ്കലാനി ഇമാമും പറഞ്ഞതിനെ ഖറാഫി പറഞ്ഞ ശൈത്താനിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അബുൽ ഫദ്ൽ തങ്ങൾ എന്താ ചെയ്യുന്നത്? ഖറാഫി ഇമാം പറഞ്ഞ ആ അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം കേട്ടോ? ഹാസിലു മാ ദക്കറഹുൽ ഖറാഫി ഹുവ ഐനു മാ ഖാലഹുൽ ഖാദി ഇയാദ് വ ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ. ഖറാഫി ഇമാം പറഞ്ഞതും സർക്കശി തുടർന്നതും പുതിയ ഒരു അഭിപ്രായമായി കാണണ്ട. അത് ഖാദി ഇയാദ് പറഞ്ഞതും ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതുമാണ്. ഇബ്നു ഹജർ എന്താ പറഞ്ഞേ? നേർക്ക് നേരെ നമ്മൾ പഠിച്ച രൂപത്തിലാണ് കണ്ടതെങ്കിൽ അവിടെ വ്യാഖ്യാനം വേണ്ട. അല്ലാത്ത രൂപത്തിലാണെങ്കിൽ വ്യാഖ്യാനം വേണം. രണ്ട് സ്ഥലത്തും കണ്ടു എന്നതിൽ തർക്കമില്ല. ഇതാണ് അസ്കലാനി ഇമാം പറഞ്ഞത്. അത് ഇതിന്റെ നേരെ മുമ്പത്തിൽ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഖാദി ഇയാദ് പറഞ്ഞത്. അത് തന്നെയാണ് ആരും പറഞ്ഞത്? ഖറാഫിയും പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് മുമ്പ് അത് റെഡിയാക്കാവോ? വജുഹു തഹ്ഖീഖ് നല്ലോണം കേട്ടോളി, അത് നന്നായി മനസ്സിലാക്കിയാലേ കിട്ടുള്ളൂ. ഫഇന്നഹു നഫീസുൻ, അത് വിലമതിക്കാത്ത ഇൽമാണ്. ലാ തറാഹുൽ ആന മസ്തൂറ, അതൊന്നും ഇപ്പൊ എഴുതപ്പെട്ടതായിട്ട് തന്നെ കാണൂല. ഞാൻ പ്രത്യേകം പറഞ്ഞുതരാന്നാ മുമ്പ് പറയുന്നത്. എന്താ മുമ്പ് പറഞ്ഞു വന്നതെന്നറിയോ? ഖറാഫി ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. നിങ്ങളത് ശൈത്താനാക്കി ദുർവ്യാഖ്യാനിക്കൊന്നും വേണ്ട.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ അങ്ങോട്ട് കണ്ട് അതാ കൗനു റുയത്തി ഫീ ഹഖ്ഹിമാ ഖത്ഇയ്യ ലാ തഹ്താജു ഇലാ തഅ്വീൽ. അറിയപ്പെട്ട രൂപത്തിൽ ഒരു സ്വഹാബി അല്ലെങ്കിൽ പഠിച്ച ആള് നേരെ കണ്ടാൽ പിന്നെ അവിടെ വ്യാഖ്യാനത്തിലേക്കൊന്നും ആവശ്യമില്ല, അത്രയും ഉറപ്പാണത്. അതേ സമയത്ത് അത് രണ്ടാളും അല്ലാത്തവരാണ് കണ്ടതെങ്കിലോ അപ്പൊ ആ പറയുന്ന വ്യാഖ്യാനത്തിലേക്ക് ആവശ്യമില്ലാത്ത രൂപത്തിലുള്ള ഖത്ഇയ്യ അല്ലത്. പിന്നെയോ കണ്ടത് റസൂലിനെ തന്നെ, പക്ഷേ കണ്ടു എന്ന് പറഞ്ഞ വിഷയത്തിൽ ഒരു കാര്യം കൂടി അവിടെ നോക്കണം, വ്യാഖ്യാനം എന്താണ് എന്നത് അന്വേഷിക്കണം. വ്യാഖ്യാനം നമുക്ക് കിട്ടിയാലോ അത് ഓരോരുത്തരുടെ നിഗമനത്തിൽ പറയുന്നതാണ് വ്യാഖ്യാനം. ആ വ്യാഖ്യാനത്തിൽ ഇത് തന്നെയാണ് അതിന്റെ വ്യാഖ്യാനം എന്നത് ഉറപ്പ് കിട്ടുകയില്ല. എന്താ കുഴപ്പം? ഉറപ്പ് കിട്ടണ്ടല്ലോ. കണ്ടു എന്നതിൽ ഉറപ്പിനൊരു കുഴപ്പമില്ല. അപ്പൊ ഖാദി ഇയാദ് തങ്ങളും ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളും എന്താണോ പറഞ്ഞത് അതാണ് ഖറാഫി ഇമാം പറഞ്ഞത്. അതെങ്ങനെ മനസ്സിലാക്ക? ഖറാഫി ഇമാം പറയുന്ന അർത്ഥം അത്രേ ഉള്ളൂ, സ്വഹാബിയോ പഠിച്ച ആളോ ആ പറയപ്പെട്ട രൂപത്തിലാണ് കണ്ടതെങ്കിൽ അത് ഖത്ഇയ്യായ അഥവാ അത്ര ഉറപ്പുള്ളതാണ്, ഒരു വ്യാഖ്യാനം അതിനാവശ്യമില്ല. അതല്ലാത്തതാണ് കണ്ടതെങ്കിൽ അവിടെയും കണ്ടു എന്നത് ഉറപ്പ് തന്നെ, അതാണ് ഹഖീഖത്തൻ കണ്ടു എന്ന് ഖാദി ഇയാദ് തങ്ങളും ഇബ്നു ഹജർ അസ്ഖലാനിക്ക് ഉറപ്പിച്ചു പറഞ്ഞ്. അതേ സമയത്ത് വ്യാഖ്യാനം നോക്കണം. വ്യാഖ്യാനം എന്നത് ഓരോരുത്തരുടെ നിഗമനത്തിൽ പറയില്ലേ, ആന്നെ കണ്ടാൽ ഇന്നതാന്ന് ഓൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, അപ്പൊ ഉറപ്പുണ്ടോ? ഉറപ്പില്ല. അപ്പൊ ആ നിഗമനം എന്ന് പറയുന്നത് വ്യാഖ്യാനമാണ്, കണ്ടയിടത്തല്ല. കണ്ടത് ഉറപ്പ് തന്നെ. അതാ ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ആദ്യം വായിപ്പിച്ചത്. അതല്ലേ ഇതിന്റെ അസില്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞതിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗമാണത്. വഇദാ കാന അലാ ഗൈരി സൂറത്തിഹി കാന അൻ-നഖ്സു മിൻ ജിഹത്തി റായി. ഏതെങ്കിലും രൂപത്തിൽ റസൂലുള്ളാഹിന്റെ അറിയപ്പെട്ട രൂപത്തിലല്ലാതെ കണ്ടാൽ അത് കണ്ടവന്റെ പോരായ്മയാണ്. വയഹ്താജു മാ യറാഹു ഫീ ദാലിക്കൽ മനാം ഇലാ തഅബീർ. അവിടെ വ്യാഖ്യാനത്തിലേക്ക് ആവശ്യമുണ്ട്. അലൽ ഹാലൈനി ഹഖീഖ, രണ്ട് രൂപത്തിലും കണ്ടു എന്നത് ഹഖീഖത്തനാണ്. അപ്പൊ അബുൽ ഫദ്ൽ ഷാദുലി തങ്ങൾ ചെയ്തത് എന്താ? ശൈത്താൻ വരും എന്ന് പറഞ്ഞ് ഖറാഫിനെ തള്ളണ്ട, മൂപ്പര് ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന ഒരു നന്നാക്കൽ പ്രക്രിയയാണ് അബുൽ ഫദ്ൽ ഷാദുലി തങ്ങൾ ചെയ്തത്. ഇവരതിന് നേരെ തിരിച്ചർത്ഥം വെച്ചത്. അങ്ങനെ ഖറാഫി ഇമാമ് വാക്കിൽ പറഞ്ഞ ശൈത്താനിലേക്ക് ശൈത്താൻ എന്നുള്ളത് തൊടുക പോലും ചെയ്യാത്ത ഖാദി ഇയാദ് തങ്ങളെയും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇബ്നു സീരീൻ തങ്ങളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി ശൈത്താനിലേക്ക്. നിങ്ങൾക്ക് എന്താ ഇപ്പൊ വലിയൊരു ബേജാറ്? ശൈത്താൻ വരൂലാർന്നിട്ട് നിങ്ങളും ശൈത്താൻ എന്തോ ഒരു കരാറുണ്ടോ? എന്തോ പൈസ കിട്ടുണ്ടോ ശൈത്താന്റെ അടുത്തുനിന്ന്? കുറ്റിയാടിന്ന് കിട്ടുന്നുണ്ടോന്നാ ചോദിക്കണേ. അപ്പൊ രണ്ട് വ്യാഖ്യാനമാണ് ഖറാഫി ഇമാമ് പറഞ്ഞതിനെ കുറിച്ച് പറയാനുള്ളത്. ഒന്ന്, ഖറാഫി ഇമാമിന്റെ ശിഷ്യൻ അങ്ങനെ ഉലമാവ് പറഞ്ഞിട്ടില്ല, അതിന് രേഖയില്ല, അത് സത്യത്തിനെതിരായ വാദമാണ്, കഴിഞ്ഞു അവിടെ. ഇനി അബുൽ ഫദ്ൽ ഷാദുലി തങ്ങള് അങ്ങനെ തള്ളണ്ട, നമുക്ക് ഇങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചു നോക്കാം. അതെങ്ങനെ വ്യാഖ്യാനം? ഐനുമാ ഖാലഹുൽ ഖാദി, അനെ ഞങ്ങൾക്ക് വായിക്കാനുള്ളത്. ഖാദേര് പറഞ്ഞത് അത് തന്നെയാണ്. ആര് പറഞ്ഞത്? ഖറാഫി. ഖാദേർ എന്താ പറഞ്ഞത്? അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും കറക്റ്റാണ്, കണ്ടു എന്നതിൽ ഉറപ്പ് ഹഖീഖത്തനാണ്. പിന്നെ തർക്കം എവിടെ? വ്യാഖ്യാനം വേണോ വേണ്ടേ? ഇതന്നെയാണ് ഖറാഫി പറഞ്ഞത്. ഖറാഫി പറഞ്ഞത് എങ്ങനെ കിട്ടുക? അത് കിട്ടും. കാരണം എന്താ? വ്യാഖ്യാനം ആവശ്യമാണെന്നൊരു വാക്കുണ്ടല്ലോ, വ്യാഖ്യാനം എന്ന നിഗമനമാണല്ലോ. അപ്പൊ നമുക്ക് വ്യാഖ്യാനം ഇന്നതാണെന്നതിൽ ഉറപ്പ് കിട്ടണില്ലല്ലോ. അതാണ് ഖറാഫി പറഞ്ഞത്. അല്ലാതെ കണ്ടു എന്നുള്ളവർക്ക് ഉറപ്പില്ല എന്നല്ല എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്യാണ് അബുൽ ഫദ്ൽ ഷാദുലി തങ്ങൾ. ഉപരി ഖറാഫി അവനോട് എന്തോ ഒരു സ്നേഹം തോന്നിയിട്ടുണ്ടാവും. ഇത് രണ്ടും അല്ലാത്ത വകുപ്പിൽ നിങ്ങൾ ഉണ്ടാക്കിയത് പച്ചക്കള്ളമാണ്.